ഞങ്ങള് എട്ടങ്ങാടിയാണ് ഇപ്പൊ ഉണ്ടാക്കുന്നത്. എല്ലാ കൊല്ലവും ഉണ്ടാക്കി തരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട തങ്കമാമ എല്ലാ കൊല്ലം എട്ടങ്ങാടി പുഴുക്ക് കാര്യങ്ങളൊക്കെ ഞങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ തങ്കമാമ. എട്ടങ്ങാടി ചുടാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചാണകം മെഴുകി അതിലേക്ക് മണലിട്ടു. എന്നിട്ട് ആ മണലിലേക്ക് നമ്മൾ 8 കൂട്ടം കിഴങ്ങ് വർഗ്ഗങ്ങൾ പൂത്തി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് തീയിട്ടു. കനലിൽ കിടന്ന് അതിന് വെന്ത് വരണം. എല്ലാ കൊല്ലവും നമ്മൾ എട്ടങ്ങാടി ചുടുന്ന നേരത്ത് ആകാശത്ത് 2 ശ്രീകൃഷ്ണ പരുന്നുകൾ വരാറുണ്ട്. അത് ശിവനും പാർവതിയാണെന്നാണ് നമ്മുടെ വിശ്വാസം. ഇക്കൊല്ലവും വന്നിട്ടുണ്ട്. തിരുവാതിര നാളിൽ ഞങ്ങളുടെ അമ്പലത്തിൽ വെച്ച് എട്ടങ്ങാടി ഉണ്ടാക്കുകയാണ്. ഞങ്ങൾ എല്ലാ കൊല്ലവും എല്ലാ വർഷത്തിലും ഉണ്ടാക്കി വരുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ഈ പ്രാവശ്യം ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹങ്ങൾ കിട്ടണം. എന്ത് പറയുന്നത് തോണ്ടി ഞാൻ അടുപ്പിലിട്ട് തോണ്ടേട്ടാ. കാച്ചില് കൂർക്ക ഏകദേശം നമ്മുടെ ഒരു എട്ടങ്ങാടി സാധനങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഞങ്ങൾ എവിടെ നിന്ന് തൊണ്ട് പൊളിക്കാനിട്ടാ. നമ്മൾ കനലിൽ വേവിച്ചെടുത്ത കിഴങ്ങെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. പിന്നെ മുതിരയും പയറും കൂടി വറുത്തെടുക്കുന്നുണ്ട്. ഒപ്പം ശർക്കരയും ഉരുക്കിയെടുക്കുന്നുണ്ട് ശർക്കരപ്പാനിക്ക് വേണ്ടി. ആ ശർക്കരപ്പാനിയിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ച കിഴങ്ങും അതുപോലെ തന്നെ മുതിരയും പയറും എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് പാലും കൂടി ഒഴിച്ച് വാങ്ങി വയ്ക്കും. എന്നിട്ട് അത് നമ്മൾ വൈകിട്ട് തിരുവാതിര കളിക്കുന്നതിന് മുന്നേ ഭഗവാനെ നേദിക്കാൻ വെക്കുകയാണ് ചെയ്യുക. നമ്മൾ ഉണ്ടാക്കി വെച്ച എട്ടങ്ങാടി അതോടൊപ്പം തന്നെ നമ്മൾ പകൽ മൈലാഞ്ചി അരച്ചിട്ടുണ്ടായി. അതും നമ്മൾ നേദ്യത്തിൻ്റെ കൂടെ വെക്കുന്നുണ്ട്. തുമ്പിക്കൈയൊക്കെ നിരത്തി വെച്ചു തിരുവരെ വാരിയമൃതു ചെയ്തു തിരുവാഴപ്പിള്ളി ഗണപതിയെ എന്റെ ഗണപതി തമ്പുരാനെ ഞാനിതാ ശ്രീപാദം കൈതൊഴുന്നേ സന്തതിക്കേറ്റം വരം തരണം സന്തതം ചിന്തിച്ചു കൈതൊഴുന്നേ സന്തതം ചിന്തിച്ചു കൈതൊഴുന്നേ. തിരുവാതിരകൾക്ക് ശേഷം തുടർന്ന് എട്ടങ്ങാടി എല്ലാവരും കഴിക്കുകയും നമ്മൾ മകയിരം നോമ്പ് തുടങ്ങുകയും ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച മൈലാഞ്ചി ഇടുകയും ചെയ്യുന്നു.